പ്രിയ സഹോദരങ്ങളെ, എല്ലാ ക്വസ്റ്റ്യനും എല്ലാം ഒന്ന് തന്നെയാണ്. ആര് ചോദിച്ചാലും എല്ലാവരുടെയും ചോദ്യം ഒന്ന് തന്നെയാണ്. കാരണം ചിലർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവരാജ്യം നമുക്ക് ഉള്ളതല്ല. ഞാൻ ചിന്തിക്കുന്നു ഓൾറെഡി ഒരു പക്ഷേ കുറച്ച് പേര് ഇങ്ങനെയായിരിക്കാം. കാരണം യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ദൈവരാജ്യമാണ്. ബൈബിൾ അതിന്റെ സിലബസിൽ അതില്ല, ദേവദാസന്മാർ പ്രസംഗിക്കുന്നില്ല. ഈ അന്ത്യകാലത്ത് വളരെ കുറച്ച് പേര്, പ്രത്യേകിച്ച് ഷാജി ജോസഫിനെ പോലെയുള്ള ചിലർ ദൈവരാജ്യം പ്രസംഗിക്കുന്നു. അപ്പൊ ജനങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാകും, നിങ്ങൾ എന്താണ് ദൈവരാജ്യം പ്രസംഗിക്കാതെ? അപ്പൊ എങ്ങനെയെങ്കിലും കിടന്ന് ഉരുണ്ട് കളിക്കാൻ വേണ്ടി അവർ പറഞ്ഞൊരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ ഇത് ദൈവരാജ്യം നമുക്കുള്ളതല്ല, അത് യഹൂദന്മാർക്ക് മാത്രം ഉള്ളതാണെന്ന്. എന്ന പൊന്നു സഹോദരങ്ങളെ പറയട്ടെ, അതൊരു വിഡ്ഢിത്തമാണ്. അങ്ങനെയൊന്നും പറയല്ലേ. വളരെ വ്യക്തതയോടെയല്ലേ യേശുക്രിസ്തു പറഞ്ഞേ യഹൂദന്മാരോട്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് ഞാൻ ജാതികൾക്ക് കൊടുക്കും. അപ്പൊ ദൈവരാജ്യം നമുക്കുള്ളതല്ലെന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്തല്ലേ? Dear brothers, the questions that everyone is asking is the same. So I assume that the origin of this question is something like this. So the pastors are typically not taught about the kingdom of God in the Bible colleges. In the Bible it is written that Jesus preached the kingdom of God, and because of that they probably received some questions from their own folk who asked that since Jesus has taught about the kingdom of God, why is it that you are not teaching about this? And in order to escape that conundrum, they may have just made it up and said that the kingdom of God, that message of the kingdom of God is for the Jews and not for Christians. Let me tell you that is completely wrong. This is from the words of Jesus itself, that he will take away the kingdom of God from you and give it to the Gentiles. So here it says the kingdom of God is for the Gentiles as well. അവർ പറയുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് കേൾക്കാനായിട്ട് ഇടയായി. അപ്പൊ ഒരു പറയുന്ന കാര്യം ഇതാണ്, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ് കിങ്ഡം ഓഫ് ഗാഡ്, അതുകൊണ്ട് അത് നമുക്കുള്ളത് അല്ല. ഒരു കാര്യം പറയട്ടെ, അബ്രഹാമിന് കിങ്ഡം ഓഫ് ഗോഡ് അല്ല വാഗ്ദത്തം കൊടുത്തേ. അതൊരു കാര്യം പറയാം. അബ്രഹാമിന് ഒരു കഷ്ണം ഭൂമിയാ കനാൻ ദേശം. ഓക്കെ, കനാൻ ദേശം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കഷ്ണ. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം കിങ്ഡം ഓഫ് ഗോഡ് ഒന്നുമല്ല, ഭൂമിയിലെ ഒരു കഷ്ണം ഭൂമി. പക്ഷെ അതും കിട്ടണമെങ്കിൽ ദൈവം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും പരിച്ഛേദനം ഒരടയാളമായി പരിച്ഛേദനം കഴിക്കണം. പക്ഷേ ദൈവരാജ്യത്തിൽ പരിച്ഛേദനവുമല്ല അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. I happened to listen to some part of the message that was sent to that pastor, and in which they were saying that the kingdom of God is not for the Christians, not for the Gentile Christians, because it was a promise that was originally given to Abraham. Let me tell you this first of all, that Abraham was never promised the kingdom of God. He was only promised a piece of land, that is the land of Canaan, which is a small part of the kingdom of God. And for Abraham to get that promise, what he was told that he must circumcise all his males. But when it comes to the kingdom of God, what Jesus says is that what Paul says is that there is neither circumcision nor uncircumcision. It's the new creation that matters. എല്ലാവരോടും പറയാനുള്ളത്, ദൈവരാജ്യത്തിന് എതിർ നിൽക്കുന്ന ദൈവദാസന്മാരാകാതെ, ആന്റി കിങ്ഡം ഓഫ് ഗോഡ് ദൈവദാസന്മാരാകാതെ, യേശുവിനോടൊപ്പം ദൈവരാജ്യം പ്രസംഗിക്കുന്നവരായി, ജനത്തെ സഹായിക്കുന്നവരായി തീരുക, ജനത്തെ കുരുക്കുന്നവരായി നാം തീരരുത്. So my advice to all the servants of God is, don't be anti kingdom of God servants, but instead be people who help the children of God. Don't be people who try to trap the children of God. ഇവിടെ ഏറ്റവും ടോപ്പ് ഇന്ത്യയിൽ നോക്കിയേ ഭരണം നടത്തുന്നത്, നമുക്ക് പ്രസിഡന്റിനെ തൽക്കാലം വിടാം, പ്രധാനമന്ത്രിയാണ്, മോദിയാണ് അല്ലേ? ഡൽഹിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഡൽഹി ഭരിക്കുന്ന വേറൊരാളുണ്ട്, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ വേറെയുണ്ട്. കെജ്രിവാൾ ആയിരുന്നു, ഇപ്പൊ അത് മാറിയിട്ട് അതിഷി മർലേന ആയി. അപ്പൊ ഡൽഹി ഭരിക്കുന്ന മോദി അവിടെ ഉണ്ടെങ്കിലും മോദി ഭരിക്കുന്നത് എല്ലായിടവും കൂടെ, ഇന്ത്യ മുഴുവനും. പക്ഷെ അതിഷി മർലേന ഡൽഹി മാത്രം, ആ സ്റ്റേറ്റ് മാത്രം വാഴുന്നു. ഇവിടെ യേശു ഇവിടെ ഉണ്ട്, യേശു വാഴുന്നത് സർവ്വലോകവും വാഴുന്നത്. മനസ്സിലായോ? എന്നാൽ യെറുസലേം വാഴാൻ ആളുണ്ടാകും, USA വാഴാൻ ആളുണ്ടാകും, ഇന്ത്യ വാഴാൻ ആളുണ്ടാകും, ഓരോ രാഷ്ട്രങ്ങളും വാഴാൻ ആളുണ്ടാകും. ഒരാൾ ആയിരിക്കണം കേട്ടോ, അതിലൊരാളായിരിക്കണമെന്ന്. ഓക്കെ, ദൈവത്തിന്റെ വചനം പറയാണ്, നീ 1 കൊണ്ട് 10 നേടിയ 10 പട്ടണങ്ങളെ വാഴുക, 1 കൊണ്ട് 5 നേടിയ 5 പട്ടണങ്ങളെ വാഴുക. അങ്ങനെ യേശുവിനോടുകൂടെ ഭരണാധികാരികളായി ഞാനും നിങ്ങളും മാറണോ? പിന്നെ ഇതിന്റെ എല്ലാം മുകളിൽ അത്യുന്നതനായ ദൈവം ഉണ്ടാകും വാഴാൻ.
മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. If you look at the example of India, we know that Modi is ruling from Delhi, but at the same time there is another ruler in Delhi, that is the Chief Minister of Delhi. It was Kejriwal before, and now it is Atishi Marlena, and you know that Modi does not even rule Delhi, but still he makes decision for the entire country of India. But still the Delhi is ruled by a separate person. So in the same way, the entire world will be ruled by our Lord Jesus, but each of the kingdoms in this world, that is even Jerusalem, even US, here, India, all of these will have its own rulers, and we should all strive to be part of that ruling class, to inherit the kingdom of God. And remember that over all of this, it will be God the Father who will be ruling over all of these. ഇനി അബ്രഹത്തിന്റെ അനുഗ്രഹവും ഇതും തമ്മിലുള്ള ബന്ധം ഞാൻ നിങ്ങളോട് പറയാം. അബ്രഹത്തിന്റെ അനുഗ്രഹം പല സ്റ്റേജുകളുണ്ട്. അതല്ല അബ്രഹത്തിന്റെ അനുഗ്രഹം. പക്ഷെ അതിൽ ഒരു അനുഗ്രഹം അബ്രഹത്തിന്റെ സീഡിലൂടെ വരുന്ന അനുഗ്രഹം. ആ സീഡാണ് ക്രൈസ്റ്റ്. ആ സീഡിലൂടെ വരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അത് നിത്യ അനുഗ്രഹമാണ്. അത് എറ്റേണലി പോകുന്നതാണ്. അതാണ് പുതിയ സൃഷ്ടിയിലേക്ക് കയറുന്നത്. ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും ഇതാ അവരുടെ ഫ്ലഷിൽ അവസാനിക്കുകയാണ്. മറ്റത് സ്പിരിറ്റിലേക്ക് കയറി പോവുകയാണ്. അതാണ് അബ്രഹത്തിന്റെ സീഡായ ക്രിസ്തുവിലുള്ള അനുഗ്രഹം. Now let me explain about the blessings, the promises to Abraham. There are many blessings given to Abraham, but among those blessings there is one blessing that is a blessing that will come through the seed of Abraham. And all the other blessings are in the flesh and will end with the flesh. But this blessing that comes through the seed of Abraham, that is our Lord Jesus Christ. That is the blessing that ends in the new creation, and this is the blessing that will go on forever. ദൈവരാജ്യം അബ്രഹാത്തിന്റെ തലമുറകൾ യഹൂദന്മാർക്ക് മാത്രമുള്ളെന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക. ഗലാത്യ സഭകൾക്ക്, ജെന്റൈൽ മെജോറിറ്റിയുള്ള സഭകൾക്ക് എഴുതുമ്പോൾ വളരെ വ്യക്തമായാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് എഴുതി വെച്ചത്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ, അതാണ് നിന്നിൽ ജാതികൾക്ക് വരേണ്ടതിന്. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ ആർക്കെത്തും? ജാതികൾക്കെത്തും. അങ്ങനെയെങ്കിൽ അബ്രഹാമിന് എന്തൊക്കെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇങ്ങോട്ട് കയറണം. പക്ഷെ പ്രധാനമായും ക്രിസ്തുവിലാണ് ഇതൊക്കെ നമുക്ക് എത്തുന്നത്. ജാതികൾക്ക് ലഭിക്കേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം പ്രാപിക്കാൻ തന്നെ. ഗലാത്യലേഖനം 3:14 നമുക്കത് കാണാം. To those who claim that the promise of the kingdom of God is only for the descendants of Abraham, remember that through Apostle Paul, even the Holy Spirit has written that so that the promises of God might come to you through our Lord Jesus. So here, so remember that it says that the promises of Abraham might come to the Gentiles through our Lord Jesus, and the promise comes through our Lord Jesus. So, and all the promise of Abraham will be coming to us through Jesus. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഭൂമിയിൽ അല്പകാലവാസികളായ ഏവരെയും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ജീവന്റെ സമൃദ്ധിയും നിങ്ങൾ നിറഞ്ഞു കവിയുമാറാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is present here in this world for this short period of time. May God's peace, His happiness, His prosperity, and His help overflow in your life. പ്രിയ സഹോദരങ്ങളെ, ഡിസംബർ മാസത്തെ റിട്രീറ്റിൻ്റെ അവസാന ദിവസമായ ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരുന്ന ദിവസമാണ്. എന്നാൽ നിങ്ങളാരും ഈ പ്രാവശ്യം എല്ലാം മനസ്സിലായതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാഞ്ഞതുകൊണ്ട് നമ്മളുടെ സഹോദരങ്ങൾ സൂമിലൂടെ വാട്സപ്പിലൂടെ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ദൈവം എനിക്ക് തന്ന ചിന്തപ്രകാരം ഉത്തരം തരുവാൻ ആഗ്രഹിക്കുകയാണ്. Dear brothers, today being the last day of this December retreat is typically the day that we use to answer the questions that you have over here. But since
by God's grace, this week none of you have asked any questions. So we'll use this day to answer the questions of some of our brothers who have asked questions via WhatsApp. കേരളത്തിന്റെ ചില ഭാഗത്തുനിന്ന് ചിലർ ചോദിച്ച ചോദ്യമാണിത്. അപ്പോൾ തന്നെ ഒരു വാത്സല്യ ദേവദാസൻ, വളരെ കുറച്ച് ദേവദാസന്മാരാണ് ദൈവരാജ്യം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ അദ്ദേഹം ദൈവരാജ്യം പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന പോലെയൊന്നുമല്ല, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു. ദേവദാസനെ ഇങ്ങനെ ചിലര് ഒരു മെസ്സേജ് എനിക്ക് ഇട്ടു തന്നു, ഒരു യൂട്യൂബ്. ചിലര് ദൈവരാജ്യ സന്ദേശം വേണ്ട, അത് നമുക്കുള്ളതല്ല, അത് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ അതിൻ്റെ പുറകെ വന്ന് വെറും ഫൂളിഷ്നെസ് ആണ്, അത് നമുക്കുള്ളതല്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു മെസ്സേജ് എനിക്ക് ഇട്ട് തരുവാനായിട്ട് ഇടയായി. ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ പിശാച് അദ്ദേഹത്തെ ഉപയോഗിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ ചിന്തിക്കുന്നു ആദ്യത്തെ തന്നെ ആയിരിക്കട്ടെ, അദ്ദേഹത്തിന് കറക്റ്റ് ചെയ്യാൻ ഇടയാകുമല്ലോ. So one of our brothers here in this Kerala itself has asked a question. In addition to that, I have received one more question from a servant of God who is based in US. He is a servant of God who preaches about the kingdom of God, and he asked this question in the sense that someone sent him a message, and in that message it is they are telling him that he need not preach about the kingdom of God, because kingdom of God is something that is meant for the Jews and not for Christians. And I think this may be arising either out of ignorance or out of Satan's work. I hope that it is the first, that it is arising out of ignorance. പ്രിയ സഹോദരങ്ങളെ, എല്ലാ ക്വസ്റ്റ്യനും എല്ലാം ഒന്ന് തന്നെയാണ്. ആര് ചോദിച്ചാലും എല്ലാവരുടെയും ചോദ്യം ഒന്ന് തന്നെയാണ്. കാരണം ചിലർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവരാജ്യം നമുക്ക് ഉള്ളതല്ല. ഞാൻ ചിന്തിക്കുന്നു ഓൾറെഡി ഒരു പക്ഷേ കുറച്ച് പേര് ഇങ്ങനെയായിരിക്കാം. കാരണം യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ദൈവരാജ്യമാണ്. ബൈബിൾ അതിൻ്റെ സിലബസിൽ അതില്ല, ദേവദാസന്മാർ പ്രസംഗിക്കുന്നില്ല. ഈ അന്ത്യകാലത്ത് വളരെ കുറച്ച് പേര്, പ്രത്യേകിച്ച് ഷാജി ജോസഫിനെ പോലെയുള്ള ചിലർ ദൈവരാജ്യം പ്രസംഗിക്കുന്നു. അപ്പോൾ ജനങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാകും, നിങ്ങളെന്താണ് ദൈവരാജ്യം പ്രസംഗിക്കാതെ? അപ്പോൾ എങ്ങനെയെങ്കിലും കിടന്ന് ഉരുണ്ട് കളിക്കാൻ വേണ്ടി അവർ പറഞ്ഞൊരു ചിന്തയായിരിക്കാം ഒരു പക്ഷേ ഇത് ദൈവരാജ്യം നമുക്കുള്ളതല്ല, അത് യഹൂദന്മാർക്ക് മാത്രം ഉള്ളതാണെന്ന്. എന്നാൽ പൊന്നു സഹോദരങ്ങളെ പറയട്ടെ, അതൊരു വിഡ്ഢിത്തമാണ്. അങ്ങനെയൊന്നും പറയല്ലേ. വളരെ വ്യക്തതയോടെയല്ലേ യേശുക്രിസ്തു പറഞ്ഞേ യഹൂദന്മാരോട്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് ഞാൻ ജാതികൾക്ക് കൊടുക്കും. അപ്പോൾ ദൈവരാജ്യം നമുക്കുള്ളതല്ലെന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്തമല്ലേ? Dear brothers, the questions that everyone is asking is the same. So I assume that the origin of this question is something like this. So the pastors are typically not taught about the kingdom of God in the Bible colleges, but it is written in the Bible, and because of that in the Bible it is written that Jesus preached the kingdom of God, and because of that they probably received some questions from their own folk who asked that since Jesus has taught about the kingdom of God, why is it that you are not teaching about this? And in order to escape that conundrum, they may have just made it up and said that the kingdom of God, that message of the kingdom of God is for the Jews and not for Christians. Let me tell you that is completely wrong. This is from the words of Jesus itself, that he will take away the kingdom of God from you and give it to the Gentiles. So here it says the kingdom of God is for the Gentiles as well. മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 43 എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് വായിച്ച യേശുക്രിസ്തുവിൻ്റെ വേർഡാണ്. യഹൂദന്മാരോട് പറയുന്ന, ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുന്ന വേർഡാണ്. അവരൊറ്റ വേർഡ് മതി ഈ പറഞ്ഞുണ്ടാക്കുന്ന എല്ലാ ആൻറ്റി കിങ്ഡം ഓഫ് ഗോഡ് മെസ്സേജുകളും തെറ്റാണെന്നുള്ളത്. വായിച്ച് മാത്യു 21 വേഴ്സ് 43. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഞാൻ എന്ന് പറയുന്ന ആളാണ് ക്രിസ്തു. ആ ക്രിസ്തു യഹൂദന്മാരായ പരീശന്മാരോട് പറയാണ്, അതുകൊണ്ട് ദൈവരാജ്യം ഇപ്പോ ഈ 2023-24 യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പ്രസംഗിക്കുന്ന ദൈവരാജ്യം
ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ജാതികൾക്ക് കൊടുക്കും. അപ്പോൾ ഈ പ്രസംഗം മുഴുവൻ വേസ്റ്റായി പോയില്ലേ? യേശുവിനെ തടയാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, കർത്താവ് തരുന്നത് സ്വീകരിക്കുന്നവർ സ്വീകരിച്ചോട്ടെ. Dear brothers, let me begin with a verse that will prove to you that the kingdom of God is for the Gentiles as well. Before explaining that verse, let me read that verse. So this is something that Jesus told the scribes and the Pharisees. This is Matthew 21 verse 43. Therefore I say unto you, the kingdom of God shall be taken away from you and shall be given to a nation bringing forth the fruits thereof. So this is something that Jesus is speaking to the Pharisees and the scribes. So this itself proves that to those who are in 23-24 preaching that kingdom of God is only for the Jews, this itself proves to them that it is not just for the Jews, it's for the Gentiles as well. ഹല്ലേലൂയ. അവർ പറയുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് കേൾക്കാനായിട്ട് ഇടയായി. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്: അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ് കിങ്ഡം ഓഫ് ഗാഡ്. അതുകൊണ്ട് അത് നമുക്കുള്ളത് അല്ല. ഒരു കാര്യം പറയട്ടെ, അബ്രഹാമിന് കിങ്ഡം ഓഫ് ഗോഡ് അല്ല വാഗ്ദത്തം കൊടുത്തേ. അതൊരു കാര്യം എന്ന് പറയാം. അബ്രഹാമിന് ഒരു കഷ്ണം ഭൂമിയാ കനാൻ ദേശം. ഓക്കെ, കനാൻ ദേശം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കഷ്ണമാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം കിങ്ഡം ഓഫ് ഗോഡ് ഒന്നുമല്ല, ഭൂമിയിലെ ഒരു കഷ്ണം ഭൂമി. പക്ഷെ അതും കിട്ടണമെങ്കിൽ ദൈവം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും പരിച്ഛേദനം, ഒരടയാളമായി പരിച്ഛേദനം കഴിക്കണം. പക്ഷെ ദൈവരാജ്യത്തിൽ പരിച്ഛേദനവുമല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രയേ കാര്യം. I happened to listen to some part of the message that was sent to that pastor, and in which they were saying that the kingdom of God is not for the Christians, not for the Gentile Christians, because it was a promise that was originally given to Abraham. Let me tell you this first of all, that Abraham was never promised the kingdom of God. He was only promised a piece of land, that is the land of Canaan, which is a small part of the kingdom of God. And for Abraham to get that promise, what he was told that he must circumcise all his males. But when it comes to the kingdom of God, what Jesus says is that what Paul says is that there is neither circumcision nor uncircumcision. It's your heart that matters. New creation is It's the new creation that matters. Galatians chapter 6 verse 15, 6-15 വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തത് കേരളത്തിന്റെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ പീസ് ലാൻഡാണ്. അബ്രഹാം അവിടെ പോയി താമസിച്ചു, അതാണ് വാഗ്ദത്തം ചെയ്തത്. അതും കിട്ടണമെങ്കിൽ നീയും നിന്റെ കൂടെയുള്ള എല്ലാവരും ഞാനുമായിട്ടൊരു എഗ്രിമെന്റ് ചെയ്യണം, എല്ലാവരും പരിച്ഛേദനം കഴിക്കണം. അതൊരു അടയാളമാണ് ദൈവവുമായിട്ട്. എന്നാൽ ദൈവരാജ്യം അത് പുതിയ സൃഷ്ടികൾക്കുള്ളതാണ്. അതിന് പരിച്ഛേദനമൊന്നും വേണ്ട. പരിച്ഛേദന അഗ്രകർമ്മമല്ല, നാം അസ്തിത്വം മാറണം, പുതിയ സൃഷ്ടിയാകണം. അതിനുള്ള വഴിയൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്. അതാണ് അസ്തിത്വമാറ്റ വചനം. യോഹന്നാൻ 1:12, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏതേവരെയും, മരിച്ചു പോകുന്ന ഏത് മനുഷ്യ മക്കൾക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. So let me explain. So as this is from Galatians chapter 6 verse 15. Let me explain first. As I told you, the promise to Abraham was a piece of land which is half the size of Kerala, that is the Canaan, that is the current Israel. And Abraham lived in that land, and in order for him to get that land, the condition that God told him that Abraham and his people should enter into a covenant with God, and as a sign of that covenant, he and all his males should circumcise themselves. So, but in order to enter the kingdom of God, the condition is not that. It's neither circumcision nor uncircumcision, but a new creature.
So in order to, that means you have to change your existence from the old creature to a new creature, and God Himself has created, has made a way for us to do that, and that is written in John chapter 1, where it says that to everyone who believes, He has given the right to be the sons of God. ഗലേഷ്യൻസ് 6:15 വായിച്ചേ. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടിയത്രേ കാര്യം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ കാര്യം പുതിയ സൃഷ്ടിയാണ്. കാരണം ദൈവത്തിന്റെ ഒരു പ്രത്യേകത ദൈവം പറഞ്ഞിട്ടില്ലേ, പഴയത് മുഴുവൻ ഞാൻ ഒഴിവാക്കുക, എല്ലാം പുതിയതാക്കിയിരിക്കുന്നു. അപ്പൊ ഇനി പഴയതിലേക്ക് പോയി കളിക്കുകയല്ല, ദൈവം പുതിയതാക്കുന്നതിൽ നമ്മൾ സ്റ്റേ ചെയ്യണം. അവരാണ് ദൈവരാജ്യത്തിൽ നിത്യം ജീവിക്കുന്നത്. ദൈവരാജ്യം സ്വർഗീയ പിതാവും ക്രിസ്തുവിലുള്ള ദൈവമക്കളും ഒരുമിച്ച് ആയിരിക്കുന്ന ജീവിക്കുന്ന സ്ഥലമാണ്. സ്വർഗീയ പിതാവിന്റെ അതോറിറ്റി എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവൻ ദൈവരാജ്യമാണ്, അല്ലാതെ ഒരു ചെറു കഷ്ണം ഭൂമിയല്ല. Galatians 6 chapter 6 verse 15, let me read it. For neither is circumcision anything nor uncircumcision, but a new creature. So as is written over here, in order to inherit the kingdom of God, what you need to be is the new creature, and the new creature is the reason for this is because of God's nature, where God has said that He will remove all the old and only the new will remain. And in the kingdom of God, only the new creature will remain. And in the kingdom of God is where God and His Son Jesus Christ lives with all of us, the children of God. All of us children of God. It's not a piece of land. It's a place where it's all the place where the authority of the Father extends to. ജസ്റ്റ് ഒരു എക്സാമ്പിള് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ ഇത് പറഞ്ഞു. നിങ്ങളിത് പോയത് കേൾക്കുമ്പോൾ ദൈവരാജ്യം നമുക്കുള്ളതല്ല എന്നൊക്കെ ഇത്രയും നാൾ ദൈവരാജ്യം കയറിയിട്ട് ഇപ്പോൾ ദൈവരാജ്യം നമുക്കുള്ളതല്ലെന്ന് കേൾക്കുമ്പോൾ ആള് ഞെട്ടിപ്പോകും. ഇത് കേൾക്കാത്ത വ്യക്തികൾ അവിടെ നിന്ന് കുലുങ്ങാനായിട്ട് ഇടയാകും. അപ്പോൾ അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരു ചെറു കഷ്ണം ഭൂമിയാണ്, കേരളത്തിൻ്റെ പകുതി വലിപ്പമുള്ള ഒരു കഷ്ണം ഭൂമിയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 17:7 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായിട്ട് തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. എന്നിട്ട് പറയുകയാണ്, നീയും നിന്റെ തലമുറകളും നിന്റെ ശേഷം തലമുറയായി എല്ലാവരും എൻ്റെ നിയമം പ്രമാണിക്കണം. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. എന്താണ് ആ നിയമം? നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദനം ഏൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാനാൻ ദേശം ഞാൻ ശാശ്വതമായിട്ട് തരും, പക്ഷെ എൻ്റെ നിയമം അനുസരിക്കണം. നമ്മൾ തമ്മിലുള്ള അടയാളം ഇതാണ്, നിങ്ങൾ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദനം ഏൽക്കണം. വായിക്കണമെന്നില്ല, ഷോർട്ട്. To those who don't think that the kingdom of God is for Christians, please pay attention to the promise that was given to Abraham. So it is written in Genesis chapter 17 verse 6 to 10. And here what God says is that God is going to he's promising Abraham that He will create a new covenant between Abraham and Himself. And that the condition of that covenant, the promise of that covenant is that God will give him the land of Canaan, in which Abraham is roaming around, in which Abraham is sojourning at that point of time. And as a condition of that covenant, what God says is that Abraham and all his males should circumcise. എല്ലാവരോടും പറയാനുള്ളത്, ദൈവരാജ്യത്തിന് എതിർ നിൽക്കുന്ന ദൈവദാസന്മാരാകാതെ, ആന്റി കിങ്ഡം ഓഫ് ഗോഡ് ദൈവദാസന്മാരാകാതെ, യേശുവിനോടൊപ്പം ദൈവരാജ്യം പ്രസംഗിക്കുന്നവരായി, ജനത്തെ സഹായിക്കുന്നവരായി തീരുക, ജനത്തെ കുരുക്കുന്നവരായി നാം തീരരുത്.
So my advice to all the servants of God is don't be anti-kingdom of God servants, but instead be people who help the children of God. Don't be people who try to trap the children of God. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് ഇതാ കേരളത്തിന്റെ സൈസും ഈ വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിന്റെ സൈസും. നിങ്ങൾക്ക് അതിന്റെ ഏരിയ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാണാം. കേരളത്തിന്റെ ഇതാ അറൗണ്ട് 40,000 സ്ക്വയർ കിലോമീറ്റർ കേരളം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അതിന്റെ പകുതിയുള്ളൂ, 20,000 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. ആ ഒരു ചെറു കഷ്ണം ഭൂമിയാണ് അബ്രാഹത്തിന് വാഗ്ദത്തം ചെയ്തത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഒരു ചെറു കഷ്ണം ഭൂമിയല്ല, പകരം ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ഇസ്രായേൽ. If you are able to see the screen, you will see we have shown the images of both Kerala, compare it with Israel, that is the land of Canaan that was promised to Abraham. And here we have given the area of both these places, and you will see that the area of Kerala is like around 40,000 square kilometer, and the area of Israel is around 20,000 square kilometer. That is like half the area of Kerala where we live right now. So remember that this is the promise that God gave to Abraham, but the promise that God gives to us is not piece of land, but the kingdom of God, and the land of Israel is just a small portion of the kingdom of God. ഇനി നിങ്ങൾ അടുത്ത പിക്ചർ നോക്കിക്കോ. ദൈവരാജ്യവും കനാൻ ദേശവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാം. യേശുക്രിസ്തു ഇവിടെ വന്ന് ദൈവരാജ്യം പ്രസംഗിച്ചപ്പോഴും നല്ലൊരു പങ്ക് ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിൽ അത് കയറുന്നില്ല. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എന്നാണ് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി തരുന്നത്. അവരുടെ രാജ്യം ഇസ്രായേൽ ദേശം എന്നാണ് യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കണമെന്നായിരുന്നു അവരുടെ ചോദ്യം. Please see the next screen, and you will see the difference between the kingdom of God and the promised land of Israel. So when Jesus came into this world and was preaching the kingdom of God, even then the people of Israel, the children of Israel who were listening to him, even they didn't understand what he was preaching. They were asking Jesus not for the kingdom of God, but instead they were asking, when will you reinstate the kingdom of Israel? Because at that point of time Israel was under the dominion of the Roman Empire. So they were asking Jesus, when will he reinstate Israel? നിങ്ങൾക്ക് ഈ ദൈവരാജ്യവും അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ ഓരോ രാജ്യങ്ങളും തമ്മിൽ നിന്ന് മനസ്സിലാക്കിയാൽ കുറേ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീരും, അല്ലാത്തവർക്ക് തീരത്തില്ല. നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയേ. സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കിങ്ഡം ഓഫ് ഗാഡ്. ഈ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഉള്ളിൽ തന്നെ 3 ലെവൽ കിങ്ഡംസ് ഉണ്ട്. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഉള്ളിൽ തന്നെ 3 ലെവൽ കിങ്ഡംസ്. ഇത് എല്ലാം കിങ്ഡം ഓഫ് ഗോഡ് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഫസ്റ്റ് ലെവലാണ് ഫാദേഴ്സ് കിങ്ഡം, അതിൻ്റെ സെക്കൻഡ് ലെവലാണ് ക്രൈസ്റ്റ് കിങ്ഡം, അതിൻ്റെ തേർഡ് ലെവലാണ് സൺസ് ഓഫ് ഗോഡ് കിങ്ഡംസ്. To those who truly want to understand, truly want to resolve many of the confusions about the kingdom of God, please look at the screen. Just understanding this will to those who truly desire to remove the confusion, to them this will solve many of their questions directly. So here you can see that we have shown a pictorial representation of the kingdom of God, and here note that kingdom of God has 3 levels. At the top there is the kingdom of the Father, and the middle level we see the kingdom that is Christ's kingdom, and the level below that you will see the kingdom of the sons of God. ഹല്ലേലൂയ. ഈ സൺസ് ഓഫ് ഗോഡിന്റെ കിങ്ഡത്തിൽ വരുന്നൊരു സംഭവമാണ് ഇസ്രായേൽ. ഈ ഭൂമിയുടെ സെന്ററായിട്ട് ക്രൈസ്റ്റ് ആ ഭരണം അവിടെ നിന്നായിരിക്കും സർവ്വലോകത്തെയും വാഴാൻ പോകുന്നത്. അതിൻ്റെ സെന്ററാണ്. എന്നാൽ അതൊരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതേപോലെ ധാരാളം രാഷ്ട്രങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യ, അതിലൊന്നാണ് USA. അതിൽ ഉള്ള ഓരോ രാഷ്ട്രങ്ങളുണ്ട്. അത് നമുക്ക് ഈ ഭൂമിയിലെ രാഷ്ട്രങ്ങളെ പഠിച്ചാൽ മനസ്സിലാവും.
in that level, in the tier of the kingdom of the sons of God, one of the kingdom will be Israel. And as you know, Israel is kind of at the center of the global map, and Jesus will be reigning from Israel all over the world. But remember, that's just a small portion of the kingdom of God. All the other kingdoms will also be part of the kingdom of God, kingdom of Jesus. And among those will be India, among those will be US. ഇതെല്ലാം ദൈവരാജ്യമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൊവീരിയൻ അതോറിറ്റി എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ദൈവരാജ്യമാണ്. ഇതാ പുത്രന്റെ രാജ്യം ദൈവരാജ്യമാണ്. ദൈവപുത്രനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നമ്മളുടെ രാജ്യം, നമുക്ക് രാജ്യം ലഭിക്കും. ഇതുകൊണ്ടാണ് പറയുന്നത്, ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മളുടെ രാജ്യവും അതും കിങ്ഡം ഓഫ് ഗോഡാണ്. എല്ലാം കിങ്ഡം ഓഫ് ഗോഡിന്റെ ഉള്ളിലാണ്. ഈ ഒരു തിരിച്ചറിവ് ആദ്യം നമുക്ക് വേണം. Remember that the entire thing is the kingdom of God, and even the Christ kingdom is the kingdom of God, and the kingdom that Christ gives us, that is also part of the kingdom of God. Everything that is under the sovereignty of God the Father is part of the kingdom of God. And remember, even we will be given kingdom by Christ, as kingdom has said that, "O little flock, do not fear, for God is pleased to give you the kingdom of God." ഇതാ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയാണ്, എന്റെ പിതാവാണ് എല്ലാറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നത്, ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവം. എന്റെ പിതാവ് എനിക്ക് കിങ്ഡം വിഭാഗിച്ച് തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും കിങ്ഡം വിഭാഗിച്ചു തരും. Here I have written Luke 22, chapter 22, verse 29. Here you will see what Jesus has explained, that everything belongs to my God, belongs to God the Father. And just like God the Father has distributed His kingdom to me, I too will divide my kingdom and give it to you. വായിച്ചേ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കിങ്ഡം മുഴുവൻ ആരുടെയാ? പിതാവിന്റെയാണ്. അപ്പൊ പിതാവ് അത് ആർക്ക് കൊടുത്തിട്ടുണ്ട്? അത് വിഭജിച്ച് ഇതാ പുത്രന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നതുപോലെ ഇതാ ഞാൻ, അതാണ് രണ്ടാം ലെവല്, ക്രിസ്തുവിന്റെ രാജ്യം. ഞാൻ ഇതാ നിങ്ങൾക്കും രാജ്യം വിഭാഗിച്ച് തരുന്നു. അതാ പറഞ്ഞ 3 ലെവലുണ്ട് ദൈവരാജ്യത്തിൽ. അതെല്ലാം ദൈവരാജ്യം തന്നെയാണ്. Let me read Luke 22, verse 28 and 29. You are those who have stood by me in my trials, and I confer on you just as my Father has conferred on me a kingdom. So everything belongs to the Father, and the Father has conferred on Jesus a kingdom, and Jesus is saying that just like Father has conferred on him a kingdom, he will confer to all of us a kingdom. ഇത് യേശുക്രിസ്തു യഹൂദന്മാരായ തന്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത്. എന്നാൽ ഇതേ കാര്യം തന്നെ യേശുക്രിസ്തു ജാതികളോട് പറയുകയാണ്. അതായത് ഏഷ്യ മൈനറിലെ 7 സഭകളോട് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ അത് ജാതികളുടെ സഭകളാണ്, ജാതിക്കാണ് അവിടെ മെജോറിറ്റി. അവരോട് പറയുകയാണ് ഇത് തന്നെ, എൻ്റെ പിതാവ് എനിക്ക് രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തരുന്നു. അപ്പൊ ദൈവരാജ്യത്തിൽ ഒരു രാഷ്ട്രമല്ല, അനേക രാഷ്ട്രങ്ങളുണ്ട്. രാഷ്ട്രങ്ങളുടെ മേൽ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. വായിച്ച് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 26-27. ജാതീയ സഭയോടാണ് പറയുന്നത്. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. So as you saw in the verse before, Jesus is promising to confer kingdoms to his disciples who are with him. So some may ask, this is a promise given to the Jews because the disciples were Jews. But remember that in the book of Revelation, Jesus has given the same promise to the churches of Asia Minor. And as here Jesus says in Revelation chapter 2 verse 28, even as verse 26, to everyone who conquers and continues to do my works to the end, I will give authority over the nations to rule them with an iron rod,
as when clay pots are shattered, even as I also received authority from my Father. So here you can see that Jesus is giving kingdoms to us Gentiles as well, Gentile Christians as well. It's not just one nation, but many nations in the kingdom of God. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കിത് വിഷയം നിങ്ങൾക്ക് ഫേസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ലൈറ്റ് ആയിട്ടായിരിക്കും ഇതിനെ എടുക്കുന്നത്. പക്ഷേ ഇത് ഫേസ് ചെയ്ത ദേവദാസന്മാർ ഒരു ഇത് കരയാ. കാരണം ഇവിടെ ഓൾറെഡി ദൈവരാജ്യം പ്രസംഗിച്ചു വരുമ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് വേറൊരു സെറ്റ് ദൈവദാസന്മാർ ഇത് വേണ്ട ഞങ്ങൾക്കെന്നും പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു വരുന്നു. ഇതാണ് പറഞ്ഞത്. യഹൂദന്മാർക്ക് കൊടുത്ത അതേ വാഗ്ദത്തം തന്നെ ഇതാ ജാതികൾക്ക്. ഇത് തുയതേരയിലെ സഭയോടാണ് പറയുന്നത്. ഏഷ്യ മൈനറിലെ ജാതീയ മെജോറിറ്റിയുള്ള സഭയോടാണ് പറയുന്നത്. ഇതാ എൻ്റെ പിതാവ് എനിക്ക് രാഷ്ട്രം വിഭാഗിച്ചു തന്നതുപോലെ ഇതാ ഞാൻ നിങ്ങൾക്ക് രാഷ്ട്രങ്ങളെ വിഭാഗിച്ചു തരും. ഞാൻ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളല്ല രാഷ്ട്രങ്ങൾ, നേഷൻസിന്റെ മേൽ അധികാരം കൊടുക്കും. അപ്പൊ നമ്മളൊരു ഭാഗത്ത് നിന്ന് പറയാ ഇല്ല ഞങ്ങൾക്ക് ഉണ്ടാവില്ല, അല്ല ഞങ്ങൾ വെറുതെ സ്വർഗത്തിൽ പോകത്തേ ഉള്ളൂ, വേറെ പരിപാടിയും ഞങ്ങൾക്കില്ല, രക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ദൈവരാജ്യം ഞങ്ങൾക്കുള്ളത് അല്ല. അങ്ങനെയല്ല, രക്ഷിക്കപ്പെടണം. അത് ദൈവരാജ്യം അവകാശമാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. തുടർന്ന് നമ്മുടെ അവസാന സ്റ്റെപ്പാണ് നാം ദൈവരാജ്യം അവകാശമാക്കുന്നത്. Dear brothers, some of you may not understand the importance of this because you haven't encountered this problem before. But let me tell you, this is a question that is usually given to the servants of God. There are many servants of God who rightly teach about the kingdom of God, but there are others who come up and say that no, we don't want the kingdom of God. Kingdom of God is not for us. But the gospel of the kingdom of God is not for us, but for the Jews. To them, Jesus says, even in Revelation chapter 2, verse 26, and he that overcometh and he keeps my words unto the end, to him I will give authority over the nations, and he shall rule them with a rod of iron. So here he says he will give authority over the nations. So remember that to those who are saying that we don't want authority of the nations, but we just want salvation. Remember, salvation is just a first step to enter into the kingdom of God, and you should progress beyond that and take hold of your inheritance in the kingdom of God. ഇത് എപ്പോഴും നിങ്ങളുടെ ഉൾത്തളങ്ങളിൽ ഇത് വെക്കണം, ഇത് മനസ്സിലാക്കണം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഇന്ത്യ കിങ്ഡം ഓഫ് ഗോഡ് ഒന്നുമല്ല, ഡെമോക്രസിയാണ്. എങ്കിലും ഏകദേശം ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇതാ എറണാകുളം ഇന്ത്യയിലെ ഒരു ജില്ലയാണ്. കേരളം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ തന്നെ നമ്മുടെ പാർലമെന്റ് മന്ത്രി ഇരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ന്യൂഡൽഹിയിൽ പാർലമെന്റ് മന്ത്രി ഇരിക്കുന്നു. അനേക സ്റ്റേറ്റുകളുണ്ട് അല്ലെ, ഒരു സ്റ്റേറ്റ് അല്ല. കേരളം പോലെ പല പല സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. ആ സ്റ്റേറ്റിന്റെ ഉള്ളിലെ ഒരു ജില്ലയാണ് എറണാകുളം. ഇതേപോലെ തന്നെ ദൈവരാജ്യത്തിൽ ടോപ്പ് ഭരണം നടക്കുന്നത് സ്വർഗീയ പിതാവിന്റെ അവിടെ നിന്നാണ്. അതുകൊണ്ട് അതിന്റെ പേര് ദൈവരാജ്യം. അതിന്റെ കീഴിലെ രാജ്യമാണ് പുത്രന്റെ രാജ്യം. നമ്മളെ ആക്കിയത് പുത്രന്റെ രാജ്യത്തിലാണ്. പുത്രന്റെ രാജ്യം അതുകൊണ്ട് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവ്, അതിന്റെ മുകളിലുള്ള രാജ്യം. പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. സംശയമുണ്ട്, ഇതൊന്ന് തീർത്തോട്ടെ. Go ahead. So let me give you an example of India in order to make this understand more easily. Try to keep this picture in your mind and you will understand this more easily. So as you know, we are in Ernakulam, the district of Ernakulam right now, and Ernakulam is a district in the state of Kerala. And Kerala is a state in India, and you can see that there is the parliament which is in New Delhi, which decides for all the states. There are many states in India like Kerala, and it decides for all the states and makes decisions for all the states. And
eventually the decision applies even to the district of Ernakulam. In the same way, in the kingdom of God, the ultimate authority, ultimate decision maker is God the Father. That's why it is called the kingdom of God. And the tier below that is the Christ kingdom. That's our Lord Jesus' kingdom. And it is in this kingdom that we are made into, we are part of, we have entered into, as it says in the Bible, that we should praise God who has made us into the kingdom of his son. ശ്രദ്ധിച്ചേ, ഇവിടെ ഏറ്റവും ടോപ്പ് ഇന്ത്യയിൽ നോക്കിയേ ഭരണം നടത്തുന്നത്, നമുക്ക് പ്രസിഡന്റിനെ തൽക്കാലം വിടാം, പ്രധാനമന്ത്രിയാണ്, മോദിയാണ്, അല്ലേ? ഡൽഹിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഡൽഹി ഭരിക്കുന്ന വേറൊരാളുണ്ട്, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ വേറെയുണ്ട്. കെജ്രിവാൾ ആയിരുന്നു, ഇപ്പൊ അത് മാറിയിട്ട് അതിഷി മർലേന ആയി. അപ്പൊ ഡൽഹി ഭരിക്കുന്ന മോദി അവിടെ ഉണ്ടെങ്കിലും മോദി ഭരിക്കുന്നത് എല്ലായിടവും കൂടെ, ഇന്ത്യ മുഴുവന്. പക്ഷേ അതിഷി മർലേന ഡൽഹി മാത്രം, ആ സ്റ്റേറ്റ് മാത്രം വാഴുന്നു. ഇവിടെ യേശു ഇവിടെ ഉണ്ട്. യേശു വാഴുന്നത് സർവ്വലോകവും വാഴുന്നേ, മനസ്സിലായോ? എന്നാൽ ജെറുസലേം വാഴാൻ ആളുണ്ടാകും, USA വാഴാൻ ആളുണ്ടാകും, ഇന്ത്യ വാഴാൻ ആളുണ്ടാകും, ഓരോ രാഷ്ട്രങ്ങളും വാഴാൻ ആളുണ്ടാകും. ഒരാൾ ആയിരിക്കണം കേട്ടോ, അതിലൊരാളായിരിക്കണമെന്ന്. ഓക്കെ, ദൈവത്തിന്റെ വചനം പറയാണ്, നീ ഒന്നുകൊണ്ട് 10 നേടിയ 10 പട്ടണങ്ങളെ വാഴുക, ഒന്നുകൊണ്ട് 5 നേടിയ 5 പട്ടണങ്ങളെ വാഴുക. അങ്ങനെ യേശുവിനോടുകൂടെ ഭരണാധികാരികളായി ഞാനും നിങ്ങളും മാറണോ? പിന്നെ ഇതിന്റെ എല്ലാം മുകളിൽ അത്യുന്നതനായ ദൈവം ഉണ്ടാകും വാഴാനായിട്ട്. മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ട്രൈ. If you look at the example of India, we know that Modi is ruling from Delhi, but at the same time there is another ruler in Delhi, that is the Chief Minister of Delhi. It was Kejriwal before, and now it is Atishi Marlena. And you know that Modi does not even rule Delhi, but still he makes decision for the entire country of India. But still the Delhi is ruled by a separate person. So in the same way, the entire world will be ruled by our Lord Jesus. But each of the kingdoms in this world, that is even Jerusalem, even US, here India, all of these will have its own rulers. And we should all strive to be part of that ruling class, to inherit the kingdom of God. And remember that over all of this, it will be God the Father who will be ruling over all of these. Hallelujah. Yes, brother. Now, Bernard, സംശയം എന്താണ്? യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ 1000 വർഷം ഭരിക്കും. 1000 വർഷം ഇവിടെ യെരുസലേം തലസ്ഥാനമാക്കി ഇവിടെ വാഴും. അത് ഈ ഭൂമി തന്നെ ആയിരിക്കും. ഈ ഭൂമി പിശാച് വഷളാക്കിയ ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊരു ഫിൽട്രേഷൻ ഉണ്ട്. ഈ ഭൂമിയിലെ ചീത്ത ആളുകളുണ്ട്. ഈ ചീത്ത ആളുകളെ മുഴുവൻ അതിൻ്റെ എൻഡോടുകൂടെ ഇല്ലാതെയാക്കും. ഈ ഭൂമിയിൽ നിന്ന് ഫിൽട്രേഷൻ വിശദീകരിക്കുക നടക്കുക. അതില്ലാതാക്കിയതിന് ശേഷം ഈ ഭൂമി ആകാശം അങ്ങ് മാറ്റും. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. അങ്ങോട്ടേക്കാണ് പുതിയ യെരുസലേം ഇറങ്ങി വരുന്നത്. അതായത് സ്വർഗീയ പിതാവും കൂടെ നമ്മളോട് താമസിക്കാൻ വരും. അതുകൊണ്ടാണ് സ്വർഗീയ പിതാവിന് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബൈബിളിൽ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്ന്. നമ്മൾ യേശുവിനെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ പിതാവിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇരിക്കുന്നവനും ഇപ്പോ ഇരിക്കുന്നു, മുമ്പേ ഇരുന്നവനും ഇനി വരാൻ പോകുന്നവനും ആയവൻ. അതാണ് അടുത്ത സ്റ്റേജ്. അത് 1000 വർഷം ഭരണത്തിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ഈ ഭൂമി ആകാശമല്ല, ഇത് മാറ്റി നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. അവിടെ ഇതാ സ്വർഗീയ പിതാവും കൂടെ നമ്മളോടുകൂടി ഇറങ്ങി നമ്മൾ ക്രിസ്തുവിൽ ഒരു കുടുംബമാകും. അപ്പോൾ ക്രിസ്തു നമ്മളെ മുഴുവൻ രാജ്യം, നമ്മളാണ് രാജ്യം, നമ്മളെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ദൈവം സകലതുമാകേണ്ടതിന് ആ പിതാവിന് കീഴ്പ്പെട്ട് ഇരിക്കും. ഇതാണ് ബൈബിൾ, അതാണ് ദൈവകുടുംബം. ആ രാജ്യത്തിന് ഒരിക്കലും അവസാനിക്കുന്നില്ല. ക്രിസ്തു തുടങ്ങുന്ന രാജ്യമുണ്ടല്ലോ, അതിന് അവസാനമില്ല. അത് പിതാവിലേക്ക് കൈമാറുന്നതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഇരുന്നു. So our brother asked about the 1000-year reign of our Lord Jesus Christ. So let me explain it. So
So Jesus will come into this world and will start his 1,000-year reign with Jerusalem as the capital. And in this 1,000-year reign, the purpose of this 1,000-year reign is to filtrate out the evil people, and at the end of the 1,000-year reign, only the good people will remain. And at the end of this 1,000-year reign, the God will remove this earth, will remove this sky and earth as well, and the new Jerusalem will come down. And in the new Jerusalem, God will live with us. So at that point of time, Jesus will hand over his kingdom to God the Father, so that God the Father will be all in all. And at that point of time, God will live with us. We will all be part of that kingdom. We will all be part of the kingdom of God, and there will be no end to this kingdom. In the 1,000-year reign of Jesus, even that there is no end. It's just that Jesus will hand over that kingdom to God the Father. ഹല്ലേലൂയ. ഇനി അബ്രഹത്തിന്റെ അനുഗ്രഹം ഇതും തമ്മിലുള്ള ബന്ധം ഞാൻ നിങ്ങളോട് പറയാം. അബ്രഹത്തിന്റെ അനുഗ്രഹം പല സ്റ്റേജുകളുണ്ട്. അതല്ല അബ്രഹത്തിന്റെ അനുഗ്രഹം. പക്ഷെ അതിൽ ഒരേ അനുഗ്രഹം അബ്രഹത്തിന്റെ സീഡിലൂടെ വരുന്ന അനുഗ്രഹമാണ്. ആ സീഡാണ് ക്രൈസ്റ്റ്. ആ സീഡിലൂടെ വരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അത് നിത്യാനുഗ്രഹമാണ്. അത് എറ്റേണലി പോകുന്നതാണ്. അതാണ് പുതിയ സൃഷ്ടിയിലേക്ക് കയറുന്നത്. ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും ഇതാ അവരുടെ ഫ്ലഷിൽ അവസാനിക്കുകയാണ്. മറ്റത് സ്പിരിറ്റിലേക്ക് കയറി പോവുകയാണ്. അതാണ് അബ്രഹത്തിന്റെ സീഡായ ക്രിസ്തുവിലുള്ള അനുഗ്രഹം. Now let me explain about the blessings, the promises to Abraham. There are many blessings given to Abraham, but among those blessings there is one blessing that is a blessing that will come through the seed of Abraham. And all the other blessings are in the flesh and will end with the flesh. But this blessing that comes through the seed of Abraham, that is our Lord Jesus Christ. That is the blessing that ends in the new creation, and this is the blessing that will go on forever. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ചിത്രം നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ച്, ഇതാ അബ്രഹാം ഇസ്രായേലിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. അബ്രഹത്തിന്റെ അനുഗ്രഹമാണ്. എബ്രഹത്തിന് എല്ലാ അനുഗ്രഹവും ഇതാ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നീ ഒരു അനുഗ്രഹമായിരിക്കും, നിനക്ക് ഇതാ നിന്നെ ഞാൻ വലിയൊരു രാഷ്ട്രമാക്കി മാറ്റും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, ഇതൊക്കെ ഞാൻ ചെയ്യുകയാണെങ്കിൽ നിന്റെ ആളുകൾ സർക്കംസിഷൻ ചെയ്യണം, ഞാനുമായിട്ടുള്ള അടയാളമാണത് എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അതിനുള്ളിൽ പറയാണ് നിന്നിൽ, ഇത്ര നേരം നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് പറയാം നിന്നിൽ, വേറെ ഭാഗത്ത് വ്യക്തതയോട് പറയാ നിന്റെ സീഡിൽ ഭൂമിയിലെ സർവ്വവംശവും അനുഗ്രഹിക്കപ്പെടും. ആ സീഡാണ് ക്രൈസ്റ്റ്. ഇതുകൊണ്ടാണ് ബൈബിൾ തുടങ്ങും ഇങ്ങനെ പറയുന്നത്, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ മകൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. So please look at this picture. Here we have shown Abraham as a symbol for Israel, and then there is the Gentiles. So if you look at the promises of Abraham, the promise of Abraham is, I will bless you, bless you and make you into a great nation. I will bless everyone who blesses you. There are many promises given to Abraham like that about blessing him, but there is one promise which he says that in you, not just blessing him, but in you all the kingdoms of the world will be blessed. And in another place it says that through your seed I will bless all the kingdoms of the world. So that seed is our Lord Jesus Christ, and through Jesus all the kingdoms of the world is blessed. ഇതാ ഞാൻ ഭാഗം വായിക്കുമ്പോൾ അതിന് ഫസ്റ്റ് അനുഗ്രഹം, ആ ബ്ലെസ്സിങ്ങിന്റെ വേർഡ് വരുന്നത് ജെനസിസ് ചാപ്റ്റർ 12 ആണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെന്തെന്നാൽ, ഈ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിർഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഒരു ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. പിന്നെ നിന്നെ അല്ല, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നെ അതൊക്കെ ആ ജഡിക അനുഗ്രഹങ്ങളാണ്, ആ പീസ് ഓഫ് ലാൻഡ് കാര്യങ്ങളൊക്കെ. എന്നാൽ നിന്നിലൂടെ കയറിപ്പോകുന്ന അനുഗ്രഹമാണ് ക്രിസ്തു ഈ തലമുറയിൽ ജനിപ്പാൻ
ദൈവം അനുവദിക്കും. ആ ക്രിസ്തുവിലൂടെ ഇത് ചെറിയൊരു കനാൻ ദേശമല്ല, ദൈവഭവനം തന്നെ നിങ്ങൾക്ക് ഇതാ ദൈവം വാഗ്ദത്തം ചെയ്യുക. So let me read those verses. This is from Genesis chapter 12, 1 to 3. And here let me read it. And now Jehovah said unto Abraham, Get thee out of thy country and from thy kindred and from thy father's house unto the land I will show thee. And I will make thee a great nation, and I will bless thee and make thy name great, and be thou a blessing. So here you can see it's all thou. And I will bless them that bless thee, and him that curses thee I will curse. And till now and now the next verse says that in thee shall all the families of the earth be blessed. So previously it was, I will make thee a great nation, I will bless thee, I will make thy name great. But here it says, in thee all the families of the earth shall be blessed. So this is actually representing our promises about our Lord Jesus Christ, who will be born in the generation of Abraham, and through him the entire world will be brought into the kingdom of God, and through him the entire world will be blessed. So remember that all the other blessings were the fleshly blessings, but in addition to that, this blessing is about our Lord Jesus, and what God wants to give us is the kingdom of God and not just fleshly blessings. ശ്രദ്ധിച്ചേ, ദൈവരാജ്യം അബ്രഹാത്തിന്റെ തലമുറകളായ യഹൂദന്മാർക്ക് മാത്രമുള്ളെന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക. ഗലാത്യ സഭകൾക്ക്, ജെന്റൈൽ മെജോറിറ്റിയുള്ള സഭകൾക്ക് എഴുതുമ്പോൾ വളരെ വ്യക്തമായാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് എഴുതി വെച്ചത്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ, അതാണ് നിന്നിൽ ജാതികൾക്ക് വരേണ്ടതിന്. അപ്പൊ എബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ ആർക്കെത്തും? ജാതികൾക്കെത്തും. അങ്ങനെയെങ്കിൽ അബ്രഹാമിന് എന്തൊക്കെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇങ്ങോട്ട് കയറണം. പക്ഷെ പ്രധാനമായും ക്രിസ്തുവിലാണ് ഇതൊക്കെ നമുക്ക് എത്തുന്നത്. ജാതികൾക്ക് ലഭിക്കേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം പ്രാപിക്കാൻ തന്നെ. ഗലാത്യലേഖനം 3:14 നമുക്കത് കാണാം. To those who claim that the promise of the kingdom of God is only for the descendants of Abraham, remember that through Apostle Paul, even the Holy Spirit has written that so that the promises of God might come to you through our Lord Jesus. So here, so remember that it says that the promises of Abraham might come to the Gentiles through our Lord Jesus. And the promise comes through our Lord Jesus, and all the promise of Abraham will be coming to us through Jesus. ഇതാ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 3:14 വായിച്ചേ. ഗലേഷ്യൻസ് ചാപ്റ്റർ 3:14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം ഇസ്രായേൽ മക്കൾക്ക് മാത്രമുള്ളോ? ക്രിസ്തു യേശുവിലൂടെ അത് ജാതികൾക്ക് വരണം. പക്ഷേ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചാലേ ഉള്ളൂ. ഹല്ലേലൂയ. ഇനി അതിന്റെ 16 പറയുന്നതാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് അതിന്റെ 16. Let me read the verses for this. Galatians 3 chapter 3 verse 14, that upon the Gentiles might come the blessings of Abraham in Christ Jesus, that we may receive the promise of the Spirit through faith. So the blessings of Abraham will come to the Gentiles through our Lord Jesus, and this happens if you receive the promise of the Spirit through faith. ഇനി അതിന്റെ 16 അത് പ്രിസൈസ് ആയിട്ട് പറയുന്ന, വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന രംഗമാണ്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്ക് എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് എത്രയാ പറയുന്നത്? ആ സന്തതി ക്രിസ്തുവാണ്. Now in chapter 16 we see it more precisely. Now to Abraham were the promises spoken, and to his seed. He said not and to seeds as of many, but as of one, and to thy seed which is Christ. ഹല്ലേലൂയ. ഇനി വാക്യൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചോ. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. ഇനി യഹൂദന്മാരെയും യവനന്മാരെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആളുകളോട് പറയട്ടെ, പുതിയ ഉടമ്പടിയിൽ പുതിയ സൃഷ്ടിയിൽ അങ്ങനെ ഒരു സെപ്പറേഷനേ ഇല്ല. വായിച്ചു കേൾക്കാം.
ഗലാത്യ ലേഖനം 3:28 27 മുതൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ഇസ്രായേൽ മക്കള് ജാതികള് എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തേശുവിൽ ഒന്നത്രേ. അപ്പൊ യഹൂദനും യവനനും എന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്തിനെതിരെ വീണ്ടും രണ്ടാക്കണേ? ഹല്ലേലൂയ. ബൈബിൾ പറഞ്ഞതനുസരിച്ചാ പോരെ, അത്രയും പറഞ്ഞാൽ മതി. പണ്ട് ഞങ്ങൾ ദൈവരാജ്യം പ്രസംഗിച്ചില്ല, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ പോരെ. അതിനു പകരം ഞങ്ങൾക്കുള്ളതല്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ എന്തിനാ? ബൈബിളിൽ വ്യക്തതയോടെയല്ല പറയുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ജാതികളും എന്നില്ല ക്രിസ്തേശുവിൽ, രണ്ടുപേരും ക്രിസ്തേശുവിൽ ഒന്നാണ്. Rest of the chapter you can read yourself. Let me read one more verse, few more verses. That is Galatians chapter 3:27 onwards. For as many of you as were baptized into Christ did put on Christ. There can be neither Jew nor Greek. There can be neither bond nor free. There can be no male and female. To ye all are one in Christ Jesus. And if ye are in Christ, then are ye Abraham's seed, heirs according to the promise. To those I want to tell to those who are trying to separate the Jews from the Gentiles, remember that in Christ there is no Jew or Gentiles. In Christ everyone is one. ഇനി വീണ്ടും അതിന് 29 വാക്യം പറയാണ്, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും. അപ്പൊ അബ്രഹാമിന്റെ സന്തതിക്കുള്ള എല്ലാ വാഗ്ദത്തവും ആർക്കുണ്ട്? ക്രിസ്തുവിലുള്ളവനുണ്ട്. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. And let me read verse 3:29. And if you are Christ, then are ye Abraham's seed, heirs according to the promise. So if you are in Christ, that means that we are actually heirs to the promises of Abraham. And എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12 മുതൽ വായിക്കുമ്പോ ദൈവം ക്രിസ്തുവിൽ ഇസ്രായേൽ മക്കളെയും ജാതികളെയും കൂടി യോജിപ്പിക്കുന്നത് കാണാം. നമ്മൾ പലരും ആന്റി കിങ്ഡം ഓഫ് ഗോഡ് ദൈവദാസന്മാർ അതിനെ രണ്ടാക്കുകയാണ്. അത് ചെയ്യരുത്. അതിന്റെ 12 മുതൽ താഴെ വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ദൈവം ഇസ്രായേൽ മക്കളെയും ജാതികളെയും കൂടി ക്രിസ്തുവിൽ ഒന്നാക്കി ഒരു ശരീരമാക്കി മാറ്റുന്ന രംഗമാണ്. If you see Ephesians chapter 2 verse 12 onwards, here we see that God is joining both Israel and the Gentiles together in Christ. So those anti-kingdom of God preachers who are trying to separate the two, please don't do that. And if you read even below, you will see that God is trying to bring both the Jews and Gentiles together in Christ. ഇതാ ദൈവത്തിന്റെ വചനം പറയാണ് അതിന്റെ 2:12 മുതൽ, അക്കാലത്ത് ജാതികളോട് പറയാണ് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. അപ്പൊ ഇത് ആർക്ക് എഴുതുന്നതാ? ജാതികൾക്ക് എഴുതുന്നതാ, ജാതീയ സഭയാ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അങ്ങനെ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഇസ്രായേൽ സമീപസ്ഥരായിരുന്നു, നിങ്ങൾ ദൂരസ്ഥരായിരുന്നു വാഗ്ദത്തങ്ങളിൽ. നിങ്ങളെ കൂടി സമീപസ്ഥമാക്കി. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മുടെ സമാധാനം, അവൻ അതായത് ക്രിസ്തു ഇരുപക്ഷത്തെയും ജാതികളെയും ഇസ്രായേൽ മക്കളെയും ഒന്നാക്കി ജാതികളെയും ഇസ്രായേൽ മക്കളെയും ഒന്നാക്കി എന്ന് പറയുമ്പോ നമ്മൾ അതിനെ വീണ്ടും രണ്ടാക്കാൻ പോണ എന്തിനാ? Let me read from Ephesians chapter 2 verse 12. Remember that this is a message written to the Ephesians, that is to the Gentiles who became Christians, that at that time ye were without Christ. So as I told, this was written to the Gentiles before, being aliens from the commonwealth of Israel and strangers from the covenants of promise, having no hope and without God in the world. But now in Christ, you who are sometimes who are
far off are made nigh by the blood of Christ. For he is our peace, who hath made both one, and has broken down the middle wall of partition between us. So may the anti-kingdom of God preachers not try to separate separate what God has made into one. ഇത് വീണ്ടും എഫേസ്യർ 2:15 വീണ്ടും താഴേക്ക് അത് തന്നെ പറയണേ. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും, അതാണ് ഇരുപക്ഷം, യഹൂദന്മാരും യവനന്മാരും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. ഇതാണ് പുതിയ സൃഷ്ടിപ്പ്. പുതിയ സൃഷ്ടിയിൽ യഹൂദനെന്നോ യവനെന്നോ ഇല്ല, രണ്ടുപേരെയും കൂടെ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിക്കുന്നു. അപ്പോ പുതിയ സൃഷ്ടിയെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ ഈ പുതിയ സൃഷ്ടിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ വെട്ടിമുറിച്ച് കളയുക. സ്വർഗത്തിലെ ദൈവം ഇവരെ രണ്ടും കൂടെ ഒന്നാക്കുക. And it is repeated again in verse 15, having abolished in his flesh the enmity, even the law of commandments contained in ordinance, for to make in himself to twain one new man, so making peace. So here you can see that God is reconciling both Gentile and Jew together in one in the new creation, and these anti-kingdom of God preachers are trying to separate it even before the new creation comes. മക്കൾ മനസ്സിലായോ? രണ്ട് കൂട്ടരെയും കൂടി എന്താക്കി മാറ്റി? ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. ഒരു കൂട്ടം ജനമാണ്, ഇവിടെ വേറൊരു കൂട്ടം ജനമാണ്. അതും ദൈവത്തിന് വിഷയമില്ല. ഈ രണ്ട് കൂട്ടത്തെയും കൂടി ഒറ്റ മനുഷ്യനാക്കി മാറ്റി. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, ഒറ്റ മനുഷ്യൻ മാത്രമല്ല, ഒറ്റ ബോഡിയാക്കി മാറ്റി. So do you understand what is written over here? There are two peoples, the Jews and the Gentiles, but God brought all of them together into one, because and not only did he bring all of them together into one, he made it into one person in one body. അതാണ് അതിന്റെ 16-ാം വാക്യം പറയുന്നത്. വൺ ബോഡിയായി ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും യഹൂദന്മാരെയും യവനരെയും ഏക ശരീരത്തിൽ ദൈവത്തോട് ഒന്നാക്കണം. ഹല്ലേലൂയ. അപ്പോ അങ്ങനെ അവൻ വന്നു ദൂരസ്ഥരായിരിക്കുന്ന ജാതികളായ നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ള യഹൂദന്മാർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം വീണ്ടും നമുക്ക് ഇരുപക്ഷക്കാർക്കും യഹൂദന്മാർക്കും യവനന്മാർക്കും ഏകാത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ പിന്നെ നമ്മളായിട്ട് വെട്ടിമുറിച്ചിട്ട് ദൈവവചനത്തിന് കൂട്ടിയാർക്കുന്നവരായി തീരാൻ നമ്മുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. വചനം എന്താണോ പറയുന്നത് ആ സിറ്റീസ് പറയുക. ദൈവരാജ്യത്തിൽ യഹൂദനെന്നോ യവനനെന്നോ ഇതാ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇതൊന്നുമില്ല. ദൈവരാജ്യത്തിൽ നാം എല്ലാം ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളാണ്. This is again continued from verse 16 onwards to 18 onwards. And let me read it. And that he might reconcile both unto God in one body by the cross, having slain the enmity thereby, and came and preached peace to you which were afar off, and to them that were nigh. For through him we both have access in one spirit unto the Father. So remember that we are in the new creation, and in the new creation there is no difference between Jew and Gentile, between man and woman, and between free and slave. All are one in Christ, and we should not try to separate it out what God has joined. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇനി പരിച്ഛേദനമോ അല്ല അഗ്രചർമ്മോ അല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. ഇവരെഴുതി ഈ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭാവനക്കാരും അത്രേ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ഭവനമാകാം. യഹൂദനാകാനും പോകണ്ട, യവനനാകാനും പോകണ്ട. സ്വർഗത്തിൽ ദൈവം അവയെല്ലാം കൂടെ ഒന്നാക്കി തൻ്റെ മകനാക്കി മാറ്റി. അതുകൊണ്ട് നമുക്ക് ദൈവപുത്രന്മാരായി ക്രിസ്തുവെ പോലെ വിളങ്ങുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവൻ്റെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും വീണും നമ്മുടെ ഹൃദയം കലങ്ങുവാനായിട്ട് ഇടയാകരുത്. മറ്റുള്ള എല്ലാവരോടും പറയുകയാണ്, ദൈവവചനത്തെ അൾട്ടർ ചെയ്യാൻ പോകരുത്, വചനത്തോട് കൂട്ടിയേർക്കാൻ പോകരുത്. പകരം ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തു അതിനെ തലയോളം വളർന്ന് നമുക്ക് ഇതാ സ്വർഗീയ പിതാവിൻ്റെ അടുക്കലെത്താം. അങ്ങനെ ഏകാത്മാവിനാൽ നമുക്ക് ക്രിസ്തുവിലൂടെ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ദൈവഭവനക്കാരായി തീരാം. പ്രാർത്ഥിക്കാം.
So this is why the word of God says that there is neither circumcision nor uncircumcision. All that matters is the new creation. So let me read one more verse and conclude this. Now therefore ye are no strangers and foreigners, but fellow citizens with the saints and of the household of God. Let us all be the household of God and be new creation. Let our hearts not be shaken by this preaching which tries to separate the Jews from the Gentile, and let us all be focused on being the household of God. എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകളട ഒരു നിമിഷം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ കൺസേൺ അല്ലായിരിക്കാം ഇത്. ഇങ്ങനെയുള്ള വിഷയം നിങ്ങളുടെ മുമ്പിൽ എത്തപ്പെട്ടവരുണ്ടായിരിക്കാം. എന്നാൽ ഇത് മുൻകൂട്ടി അറിയിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അങ്ങ് തന്ന വചനത്തിനായി നന്ദി. ഞങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞങ്ങൾ ആരാണ്, എന്താണ്, അബ്രാഹത്തിൻ്റെ വാഗ്ദത്വവും ഞങ്ങളും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അവസാനം അങ്ങ് എന്താണ് ഞങ്ങളെ ആക്കി തീർക്കുന്നത്, എന്താണ് ദൈവരാജ്യം, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലെ രാജ്യത്തിൻ്റെ 3 ഡിവിഷനുകൾ, അതിൻ്റെ സെറ്റപ്പുകൾ, ഇതൊക്കെ അല്പമായിട്ടെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾക്ക് ഒരു കഴിവില്ലപ്പോൾ അങ്ങയുടെ ദാനമാണ്. ഇനി ഉപദേശത്തിൻ്റെ ഓരോ കാറ്റുകളിൽ അലഞ്ഞ് ഉലയുന്നവരായി തീരാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു അതിൻ്റെ തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെ ഏവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ ഹോളിലും ശബ്ദ കാഴ്ച പരിധിയിലും ഇപ്പോഴും തുറന്നും കേൾക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുവൻ പോലും ദുഷ്ടന്റെ തട്ടിപ്പിൽ വീണു പോകാൻ ഇടയാകാതെ എല്ലാവരും ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് അങ്ങനെ എത്തിച്ചേരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അപ്പം ശാരീരിക വേദനകളോടെ ആയിരിക്കുന്നവരുണ്ട്, അങ്ങ് അവരെ സൗഖ്യമാക്കണേ. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, അങ്ങ് അവരെ സൗഖ്യമാക്കണമേ. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപങ്ങൾക്കും അടിപ്പിണരുകൾ സകല രോഗങ്ങൾക്കൊക്കെ മതിയായതാണല്ലോ. അത് ഈ മക്കളുടെ മേൽ കൊടുക്കാൻ കനിവ് ചെയ്യണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസത്തോടെ രോഗികളായിരിക്കുന്ന വ്യക്തി രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ചാട്ടെ, വേദനയുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ചാട്ടെ. വിശ്വാസത്തോടെ നിങ്ങൾ ഏതെങ്കിലും പാപം ചെയ്തായി ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്നുവെങ്കിൽ യേശു രക്തത്താൽ കഴുകപ്പെട്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ആത്മാർത്ഥതയോടെ. ഹല്ലേലൂയ. എന്ന വാ കൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചാട്ടെ. അതിവേഗം ഇനി അത് ഒരിക്കലും ഞാൻ ആവർത്തിക്കത്തില്ല എന്ന് ദൈവം തീരുമാനമെടുത്താട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്ന സൗഖ്യം, ക്രിസ്തു ഞങ്ങളോട് കൽപ്പിച്ച സൗഖ്യം, ഇപ്പോൾ ശരീരത്തിൽ കരം വെച്ചിരിക്കുന്ന, വിശ്വാസത്തോടെ കരം വെച്ചിരിക്കുന്ന ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ആ രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യെസ്, വിട്ടുപോകാം. ആ വേദനകൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വേദനകൾ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ. സ്വർഗം ഭൂമിയെ വാഴുന്നു, സ്വർഗം ദൈവജനത്തെ വാഴുന്നു. സർവമഹത്വം പിതാവേ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, ദൈവം അനുവദിക്കുന്നെങ്കിൽ രാവിലെ നമുക്ക് സഭായോഗങ്ങളുടെ ബന്ധത്തിൽ കാണാം. ദൈവം നിങ്ങളെ എവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ പ്രസ് റിട്രീറ്റ് വളരെ മനോഹരമായി തീരുവാൻ ദൈവം സഹായിച്ചു. ചേർന്ന് പ്രവർത്തിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കണം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, 29, 30, 31 തീയതികളിൽ ഞങ്ങൾ വീണ്ടും സൂമിൽ കണ്ടുകൊണ്ടിരിക്കാം എന്ന് ചിന്തിച്ച് ഇരിക്കാതെ കഴിയുന്ന ഏവരും കടന്നു വന്നാട്ടെ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്.